നമസ്കാരം, ഞാൻ ഹോട്ടൽ സീപോർട്ടിലെ ഷെഫാണ് ജോഷി. ഞാൻ നിങ്ങൾക്കായിട്ട് പുതിയൊരു ഡിഷ് ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. മീൻ മൺചട്ടി കറി. അതിൻ്റെ വേണ്ടിയ സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: കോക്കനട്ട് ഓയിൽ, റെഡ് ചില്ലി, മസ്റ്റാർഡ്, ഫെനുഗ്രീക്ക്, ടെർമറിക് പൗഡർ, സാൾട്ട്, കുക്കും, ഷാലറ്റ്സ്, റെഡ് ചില്ലി ഹോൾ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീഫ്, റെഡ് ചില്ലി പൗഡർ. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് വേണ്ടിയത്. ആദ്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓയിൽ എടുക്കാം, കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അടുത്തത് ഫെനുഗ്രീക്ക്, ഒരു സ്പൂൺ ഫെനുഗ്രീക്ക് ഇടുക. ഉലുവ ഓൾമോസ്റ്റ് മൂത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഉലുവ മൂത്തതിന് ശേഷം നമുക്ക് റെഡ് ചില്ലി മസ്റ്റാർഡ് ഇടാം. മസ്റ്റാർഡ് ആഡ് ചെയ്യുക. മസ്റ്റാർഡും പൊട്ടിയിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സീഡ് ഇടാം. ജിഞ്ചർ, ഗാർലിക്ക്, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ ആ ഫിഷ് കറിയിലേക്ക് ഇറങ്ങുള്ളൂ. ആ ഉലുവയുടെ ടേസ്റ്റും മസ്റ്റാർഡിൻ്റെ സീഡും എല്ലാം കൂടെ ആ ടേസ്റ്റായിട്ട് വരണേ. ജിഞ്ചർ നന്നായിട്ട് മൂക്കണം. ജിഞ്ചർ ഗാർലിക് മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് ഷാലറ്റ്സ് ഇടുകയാണ്. ചെറുള്ളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുള്ളിയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റേ വലിയ ഒനിയൻ ഉപയോഗിക്കുന്നതിലും ടേസ്റ്റ് കൂടുതൽ ചെറുള്ളിയിലാണ്. നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക അതിലേക്ക്. അതിനോടൊപ്പം തന്നെ കറി ലീഫും നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നല്ല വെൽ ബ്രൗൺ ആകണം, എങ്കിലേ എൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുള്ളൂ. ഇത് ഓൾമോസ്റ്റ് വെൽ ഡൺ ആയിരിക്കുകയാണ്. നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. ഫയർ ഓഫ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയ മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. റെഡ് ചില്ലി പൗഡർ, സ്പൈസി എത്രത്തോളം ആഗ്രഹിക്കുന്നവരാണോ അത്രത്തോളം സ്പൈസി നമുക്ക് ഉപയോഗിക്കാം. ഒരല്പം ടെർമറിക് പൗഡർ. മസാല ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചാലേ അതിൻ്റെ ആ പച്ച കുത്തൽ മാറി കിട്ടുകയുള്ളൂ. മുളക് പൊടി എത്രത്തോളം നല്ലതായിട്ട് മൂപ്പിക്കണം, എങ്കിലേ ആ കളറും ആ ഒരു ഫ്ലേവറും കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ റെഡ് ചില്ലി പൗഡറും ടെർമറിക് പൗഡറും കുക്കായിരിക്കുകയാണ്. നമുക്കതിലേക്ക് കുറച്ച് പുളി ആഡ് ചെയ്യാം. കുടംപുളിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് ഫയർ ഓൺ ചെയ്യാം. ഓയിലതിന് ശേഷം ഒരല്പം വാട്ടർ ഒഴിച്ച് കൊടുക്കുക. കാരണം ആ മസാല ഒന്ന് കുക്കാവണം. ആ മസാല കുക്കായാലേ നല്ല രീതിയിലാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ മസാല കുക്ക് ചെയ്യാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്കതിലേക്ക് കുറച്ച് അല്പം സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ആ ഫിഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ മസാല ഇതിലേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം കുറച്ചാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ആ മസാല ഫിഷിലേക്ക് കയറി കൊള്ളണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് മസാലയായിട്ട് സെറ്റാകത്തില്ല വെള്ളം കൂടുതലാണെങ്കിൽ. കോക്കനട്ട് മിൽക്കിലെ രണ്ടാമത്തെ പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ മസാല ഓൾമോസ്റ്റ് ആ ഫിഷിലേക്ക് പിടിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാം പാല്, തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഈ ഫിഷ് കറി ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ഫസ്റ്റ് മിൽക്ക് നമ്മൾ ഒഴിക്കുകയാണ്. അത് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ പിരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. ഇതാണ്. നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു നാടൻ ടേസ്റ്റ് വരാനായിട്ട് ഈ പച്ച വെളിച്ചെണ്ണയുടെ ഒരു സഹായത്തോടുകൂടി സാധിക്കും. ആ നാടൻ ഒരു ഫ്ലേവർ നമുക്ക് ചോറിലേക്കൊക്കെ ഒരു ഫിഷ് കറി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്രത്തോളം ടേസ്റ്റീവ് ആവും, അല്ലെങ്കിൽ എത്രത്തോളം ഇതാവും, നമ്മുടെ ആ കേരളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം കൊള്ളും എന്നുള്ളതിനാണ് നമ്മളിപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഒരു പോർഷൻ ബോളിലേക്ക് മാറ്റാം. മൺചട്ടിക്കകത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൺചട്ടിയുടെ ആ ഒരു ഫ്ലേവറൂടെ നമുക്ക് ഈ ഫുഡിലേക്ക് ആഡാവും. ആ നാടൻ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്കതിൽ വെക്കും. മെയിൻ മൺചട്ടിക്കറി റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും മറ്റ് ചപ്പാത്തിയോ അല്ലെങ്കിൽ അപ്പോ അങ്ങനെയുള്ള സാധനത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റിയായ ഒരു ഡിഷാണ്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം.